ഹലോ കൂട്ടുകാരെ, ഇന്ന് കുട്ടികൾക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇറ്റാലിയൻ നല്ല ക്രീമി പാസ്തയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇറ്റാലിയൻ ക്രീമി പാസ്ത തയ്യാറാക്കേണ്ടത് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ പാസ്ത വേവിച്ചെടുക്കാം കേട്ടോ. അതിനായിട്ട് ഒരു പാനിൽ നമ്മൾ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. സാധാരണ ഒലിവ് ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പം അതിനുശേഷം അതൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് പാസ്ത ഇട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഓവർ കുക്കായി പോകരുത്, ജസ്റ്റ് അതൊന്ന് വെന്ത് വന്നാൽ മതി കേട്ടോ. കുഴഞ്ഞു പോകാൻ നിൽക്കണ്ട, അതൊന്ന് ഇളക്കിയിട്ട് നോക്കണേ. അപ്പോൾ അതവിടെ വെള്ളമൊക്കെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക. അതിനകത്തേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തതും കൂടി ചേർത്ത് കൊടുക്കാവേ. അതൊരു 1-1.5 ടീസ്പൂൺ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർക്കണം കേട്ടോ. ഈ വെജിറ്റബിൾസ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നല്ലതല്ലേ. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ പച്ചയും ചുവപ്പും ആയിട്ടുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രൊക്കോളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചെറിയ പീസുകളായിട്ട് നല്ല ചൂടുവെള്ളത്തിലിട്ടെടുത്തതാണ് ബ്രൊക്കോളിയൊക്കെ. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം അതിനകത്ത് നമ്മൾ പച്ചക്കറിക്ക് വേണ്ട ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണേ. ഓവർ കുക്കഡൊന്നും ആവണ്ട, പച്ചക്കറി ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതിയേ. അപ്പോൾ അതും കൂടി വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഈ പച്ചക്കറി അതുപോലെ തന്നെ എടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. അതേ പാനിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി ബട്ടറൊന്ന് ഉരുകി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ. മൈദ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ എടുക്കാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ മൈദ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ മൈദാപ്പൊടിയൊക്കെ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം വരും. ഒന്ന് നല്ല ഇതായിട്ടുള്ളൊരു മണം വരുവേ. ആ സമയത്ത് നമുക്കതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ പച്ചപ്പാലുണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പച്ചപ്പാൽ ചേർത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 കപ്പ് നമ്മുടെ പാസ്ത വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അത് കളയരുത്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 കപ്പ് 2 കപ്പ് വരെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ അധികം ലൂസായിട്ടല്ല എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ കട്ടയൊന്നും ഇല്ലാതെ എടുക്കാം കേട്ടോ. എല്ലാം ഒന്നും നല്ല കട്ടയില്ലാതെ തന്നെ നമ്മുടെ ക്രീമി എടുക്കാൻ വേണ്ടി നോക്കാം. പിന്നെ അതിനകത്തേക്ക് ഇച്ചിരി ഇതാണ് ചേർക്കുന്നത്, ഇറ്റാലിയൻ സീസണിങ് ആണ് കേട്ടോ ചേർക്കുന്നത്. ഒറിഗാനോ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇറ്റാലിയൻ സീസണിങ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതാണ് ചേർത്തത്. ഒറിഗാനോ ചേർത്താലും മതി. പിന്നെ ഇതൊക്കെ നമുക്ക് കടയിൽ അവൈലബിൾ ആണ്. പിന്നെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് 1 ടീസ്പൂൺ. പിന്നെ കുരുമുളക് പൊടിച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർക്കുന്നത് ചീസാണ് കേട്ടോ. ചീസ് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കടയിൽ നിന്ന് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലൈസ് ആയിട്ടുള്ള ചീസ് സ്ലൈസ് കിട്ടും, അത് ചേർത്ത് കൊടുത്താലും മതി. ഒരു 3 സ്ലൈസ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. നല്ലതുപോലെ ഒന്ന് നമ്മുടെ ചീസൊക്കെ ഒന്ന് ചൂടായി മെൽറ്റായി വരണം. അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മൈദാപ്പൊടിയൊക്കെ ഒന്ന് കട്ടയാകാതെ തന്നെ നല്ലതുപോലെ വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ എടുക്കണം കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പാസ്തയും കൂടി ചേർത്ത് കൊടുക്കാം. പാസ്തയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് കുറുക്കിയെടുക്കണം. ആ കുറുക്കിയെടുക്കുന്നതിന് മുന്നേ നമുക്കതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചക്കറിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ അത് തിള വന്നപ്പോൾ തന്നെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ. ഇനി നമുക്കിത് വാങ്ങി വെക്കാം കേട്ടോ. ഇനി ഇത് ഇരിക്കും തോറും നല്ലതുപോലെ കുറുകി വരാൻ വേണ്ടി തുടങ്ങും. നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഇറ്റാലിയൻ നല്ല ക്രീമി പാസ്ത റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു, ബൈ.